എറണാകുളം ഉദയംപേരൂരിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ കൊടി ഉപയോഗിച്ചതിൽ കേസെടുത്തു പോലീസ്. ജീസസ് ജനറേഷൻ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മ നയിക്കുന്ന ദീപു ജേക്കബിനെതിരെയാണ് കേസെടുത്തത്. BJP എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീകുട്ടൻ നൽകിയ പരാതിയിലാണ് നടപടി. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് അഭിനന്ദ്, എന്താണ് ഈ പരാതി? പോലീസ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? വിജയകുമാർ, വിവിധ പാസ്റ്റർ ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ 40ഓളം പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉദയംപേരൂരിൽ നടന്നത്. ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിലാണ് 40 ദിവസമായി ഇത്തരത്തിലേക്ക് ശുശ്രൂഷ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നത്. സമാധാനത്തിനായി രാജ്യത്തെ എല്ലാ രാജ്യങ്ങളും ചേർന്നുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങായിരുന്നു അവിടെ ഉണ്ടായിരുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ പാക് പതാക ഉയർത്തിയെന്ന് ചൂണ്ടിക്കാട്ടി BJP ജില്ലാ പ്രസിഡന്റ് ഒരു പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദീപു ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിന്റെ ഉടമയും ഒപ്പം തന്നെ സംഘാടകനുമായ ദീപു ജേക്കബിനെ പ്രതി ചേർത്ത് ഇപ്പോൾ ഉദയംപേരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കലാപാഹ്വാനം ഒപ്പം തന്നെ മതസ്പർദ്ധ വളർത്തിയെന്ന വകുപ്പുകൾ പ്രകാരം BNS 196A പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ വിശദീകരണം എന്നത് മറ്റ് ഒരു തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. 20 രാജ്യങ്ങളുടെ പതാക അവിടെ ഉയർത്തിയിരുന്നു, മറ്റ് എല്ലാ രാജ്യങ്ങളുടെ പതാകയും അവിടെ ഉയർത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ദീപു ജേക്കബ് നൽകിയ വിശദീകരണം. ഇന്ത്യൻ പതാകയോട് ഇവർ അനാദരവ് കാണിച്ചു എന്നൊരു പരാതി കൂടി ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പതാക ഈ പരിപാടിക്ക് ശേഷം അവിടെ വലിച്ചെറിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു പരാതിയും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിജയകുമാർ. ജീസസ് ജനറേഷൻ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മ അത് നയിക്കുന്നത് ദീപു ജേക്കബാണ്. ദീപു ജേക്കബിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. BJP എറണാകുളം ജില്ലാ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് നടപടി. ദീപു ജേക്കബ് ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.